ഹലോ, നമസ്കാരം. മലയാളം വാക്കുകളിൽ കാത്തിരിപ്പ് എന്നുള്ള വാക്കിന് വല്ലാത്തൊരു ഭംഗിയുള്ളതായി പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ചെറിയൊരു കാത്തിരിപ്പാകാം, അല്ലെങ്കിൽ 1-2 ദിവസത്തേക്കോ, അല്ലെങ്കിൽ ജീവിതം മുഴുവൻ കാത്തിരിക്കുന്ന ആളുകളെ പറ്റിയും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ട ബോബിച്ചൻ പറഞ്ഞൊരു കഥയുമായാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. നിങ്ങളോടൊപ്പം RJ ലീനയാണ്. ഹൃദയവയിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ ബോബിച്ചൻ പറഞ്ഞ കഥകളിലൂടെയാണ് നമ്മുടെ സഞ്ചാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കാരിസ് റേഡിയോ, വോയിസ് ഫ്രം ഹാർട്ട്. കഥ ഇങ്ങനെയാണ്. ഒരിക്കൽ ബുദ്ധനും ആനന്ദനും കൂടെ ഒരു പുഴ മുറിച്ച് കടന്ന് വളരെ ദൂരം സഞ്ചരിച്ചപ്പോൾ പെട്ടെന്ന് ബുദ്ധൻ പറഞ്ഞു, ആനന്ദ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. നീ ആ പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം കൊണ്ടുവരൂ. ആനന്ദൻ പുഴയ്ക്കരികിലേക്ക് എത്തിയപ്പോൾ പുഴ ആകെ കലങ്ങിക്കിടക്കുകയാണ്. ഏതാനും കാളവണ്ടികൾ അപ്പോൾ അതിലൂടെ കടന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആനന്ദൻ മടങ്ങിയെത്തി പറഞ്ഞു, പുഴ കലങ്ങിക്കിടക്കുകയാണ്, നമുക്ക് മറ്റൊരിടത്തു നിന്ന് വെള്ളം കണ്ടെത്താം. ബുദ്ധൻ പുഞ്ചിരിച്ചു. എന്തിനാ നിനക്കിത്ര തിടുക്കം? പുഴയ്ക്കരികെ ചെന്ന് ശാന്തമായിരിക്കൂ. പുഴയ്ക്ക് തെളിയാതിരിക്കാനാവില്ല. ആനന്ദൻ പുഴയ്ക്കരികിൽ ശാന്തനായിരുന്നു. പതുക്കെ പതുക്കെ പുഴ തെളിഞ്ഞു തുടങ്ങി. പിന്നീട് അയാൾ ബുദ്ധന് നന്ദി പറഞ്ഞു. ശാന്തമായിരിക്കുകയാണെങ്കിൽ ഏത് കലങ്ങിയ പുഴയും തെളിയുമെന്ന പാഠം പഠിപ്പിച്ചതിന്. അതെ, ജീവിതത്തിലുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഒരല്പം ശാന്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരല്പം കാത്തിരിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് തെളിഞ്ഞു കിട്ടുക തന്നെ ചെയ്യും. ബെന്യാമിൻ്റെ ആടുജീവിതം വായിച്ചിട്ടുണ്ടോ? അതിലെ മനോഹരമായ സന്ദർഭങ്ങൾ അനവധിയാണ്. നജീബിൻ്റെ കാത്തിരിപ്പുമായി ബന്ധപ്പെട്ട് ഒരു സന്ദർഭം ഇങ്ങനെയാണ്. മരുഭൂമി നമുക്കറിയാം, ഒരു പച്ചപ്പോ അല്ലെങ്കിൽ ഒരു വെള്ളമുള്ളതിൻ്റെ ഒരു സാധ്യതയോ ഒന്നും തന്നെ ഇല്ലാത്ത തീർത്തും വരണ്ട സ്ഥലം. ഒരു ദിവസം നജീബ് ആടുകളെ മേയിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മഴ പെയ്യുകയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ഥലം മുഴുവൻ നിറയെ പച്ച വള്ളിച്ചെടികളും കുഞ്ഞു പൂക്കളുള്ള ചെടികളും കള്ളിമുൾ ചെടികളും, അങ്ങനെ ഇഷ്ടം പോലെ. നജീബിന് ആകെ അത്ഭുതമായി. അയാൾ അതേപ്പറ്റി ആലോചിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ വന്ന കാര്യം ഇതാണ്: ഈ കടുത്ത ചൂടിലും ഈ വല്ലാത്തൊരു കാലാവസ്ഥയിലും തുള്ളി വെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലും ഈ വിത്തുകളെല്ലാം തങ്ങളുടെ ജീവനെ ഉള്ളിൽ അടക്കിപ്പിടിച്ച് കാത്തിരിക്കുകയായിരുന്നു. അതെ, അവരുടെ ജീവനെ പുറത്തേക്കെടുക്കാൻ, ആ വിത്തിനുള്ളിലെ ജീവനെ പുറത്തേക്കെടുക്കാൻ ആ വിത്തുകൾ കാത്തിരിക്കുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ വരും ഒരു അനുകൂല സമയം, നമ്മുടെ ഉള്ളിലെ ജീവനെ പുറത്തെടുക്കാൻ പറ്റിയ സമയം. കാത്തിരിക്കുക. ഒരു പുഴയും തെളിയാതിരുന്നിട്ടില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹൃദയവയിലൂടെ എന്ന ഈ പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം RJ ലീനയാണ്. കാരിസ് റേഡിയോ, വോയിസ് ഫ്രം ഹാർട്ട്.